ഉണ്ണിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ട് ഇതുവരെ ചെയ്തതിനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ട് ക്യാരക്ടർ ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ അതില് ഭയങ്കര ട്രെയിലർ കാണുമ്പോൾ തന്നെ വീഴുന്ന സീനും അങ്ങനെ കുറെ സീൻസ് ഭയങ്കര സ്പീഡിൽ ആ ഒരു വീൽ ചെയർ തന്നെ. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയാണ് ആ ഒരു വീൽ ചെയറും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ. ആക്ച്വലി ഫിസിക്കൽ എഫേർട്ട് അതിനുണ്ട്, ബിക്കോസ് ആ വീൽ ചെയർ അങ്ങനെ യൂസ് ചെയ്യേണ്ട സാധനമല്ല. സിനിമയുടെ ഡൈനാമിക്സ് കാരണം പിന്നെ ഈ ഗണേഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് നോർമൽ. എനിക്ക് ഒരിക്കലും പക്ഷേ അതിൻ്റെ ഫിസിക്കൽ സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഇമോഷണൽ ജേർണി എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്. ഫിസിക്കൽ പാർട്ട് വാസ് ക്വൈറ്റ് ഈസി ആക്ച്വലി. എന്തോ ഭാഗ്യത്തിന് ഈ വീൽ ചെയറൊക്കെ ഈസിലി മാനേവർ ചെയ്യാൻ പഠിച്ചു പെട്ടെന്ന്. ഐ വാസ് വെരി കംഫർട്ടബിൾ. ഇല്ല, അതെന്താണെന്നറിയോ, നമുക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. കാരണം അത് വീൽസ് മൂവ് ചെയ്യാന്നുള്ളത് നമുക്കിപ്പം ഉണ്ണി ചേസ് ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അപ്പൊ ഉണ്ണീനെ ഞാൻ ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് 13th or 14th ഡേ ആണ് ഞാൻ ഉണ്ണീനെ ആദ്യമായിട്ട് കാണുന്നത്. സോ സീൻ വീൽ ചെയറിൽ. അപ്പൊ എനിക്കിത് ഉണ്ണി മൂവ് ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കര എളുപ്പമുള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഉണ്ണി ഷോർട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ ഞാൻ ചുമ്മാ അതിനകത്ത് ഇരുന്നൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റണില്ല. സോ അത് കൈക്ക് നല്ല ബലവും വേണം. അതേപോലെ തന്നെ നമ്മള് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് ഉണ്ണി ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഉണ്ണി ഇതിൽ ചെയ്യുമ്പോൾ കാല് ഒട്ടും തന്നെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ബിക്കോസ് നമ്മളിപ്പോ കാലിന് ശരീരമുള്ള ആൾക്കാർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ സംസാരിക്കുമ്പോഴും തിരിയുമ്പോഴും കാല് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടി ഉണ്ണി 2 കാലും കെട്ടി വെക്കുമായിരുന്നു. സോ അത് എൻറ്റയർ ജേർണിയിൽ ഉണ്ണി കാല് കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും അത് ഞാൻ പറയുന്നത് സിനിമ എന്തിനു നമ്മൾ ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഐ തിങ്ക് ഇതിനൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇത് ഒരു പാത്ത് ഓഫ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു നായകനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വേസ്റ്റ് സംബന്ധിച്ച് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞ ഈ സിനിമ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇൻ ടേംസ് ഓഫ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ് ഉണ്ടാവണം. ഐ എം നോട്ട് എ സെയിം ഗൈ. ജയഗഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ഇമോഷണൽ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ചില കാര്യങ്ങൾ ചില പേഴ്സ്പെക്റ്റീവിൽ കാണാൻ. അത് ഇറ്റ്സ് എ വെരി സാഡ് തിങ്. ഐ മീൻ ഞാനൊരിക്കലും ഇപ്പോൾ ഈ ക്യാരക്ടർ വന്നിട്ട് ഞാൻ എക്സൈറ്റഡ് ആയത് തന്നെ എനിക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയും എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് എനിക്ക് ഈ സൊസൈറ്റിയിൽ ഇത്രയും പേരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്, അവരെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചത്. ഇഫ് ഐ ഹാഡ് എനി നോളജ് അബൌട്ട് ഇറ്റ് മേ ബി ഞാൻ ചിലപ്പോൾ പടം റിജക്ട് ചെയ്തേനെ. ബിക്കോസ് ഒരു അൺനോൺ ടെറൈനിലേക്ക് പോകാനുള്ള ഒരു എർജിലൂടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്, ദ ക്യൂരിയോസിറ്റി ഡ്രോവ് മീ ഇൻടു ദാറ്റ്. ബട്ട് അതിൻ്റെ 2 വശമുണ്ട്. ഒന്നും അറിയാതെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ കൂടെ ഇത്രയും ആൾക്കാരുണ്ട്. ഹാഷ് ബിക്കോസ് അത് നമ്മളങ്ങനെ ഫൈൻ ട്യൂൺ ആയിപ്പോയി. ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ പോകുന്ന ഈവൻ ഇപ്പോൾ ഈ സിനിമയിലെ കഥാനായകൻ ഇങ്ങനെയാണ്. പക്ഷേ ഇതിനെ റീപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വലിയ സമൂഹം തിയേറ്ററിൽ വരാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇതിൻ്റെ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്ട്രഗിൾ, അവൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ആറ്റിറ്റ്യൂഡ്, അതെല്ലാം നമ്മളെപ്പോലെ ആൾക്കാരാണ് കൂടുതൽ കാണാൻ പോകുന്നത്. അവർക്ക് ഡെഫിനറ്റ്ലി അത് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് വി ആർ ഓൾ ജനറലി സൊസൈറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. വളരെ അപൂർവമായിട്ടായിരിക്കും ആൾക്കാർ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം കുറച്ച് പേർക്കെങ്കിലും ഇത് തിയേറ്ററിൽ വന്നിട്ട് ഈ ഭിന്നശേഷിയിൽപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ തിയേറ്ററിലും അങ്ങനെ ഫെസിലിറ്റിയും ഇല്ല. സോ മാക്സിമം പോസിബിൾ ആയ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഗൂസ് ബംസ് അടിക്കും. Because I made sure that he's a strong guy by will. Right. That is നമ്മുടെ inspired ആവണം. മാത്രമല്ല if you feel sympathy towards them, I think you have failed as an individual എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ലൈഫിൽ അത് നോർമൽസി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കൂടുതൽ ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം എല്ലാ കാര്യത്തിലും. അതിനുള്ള സാഹചര്യങ്ങളും സൊസൈറ്റി ഉണ്ടാവണം. ഡിസൈൻഡ് ആസ് എ ഇതിൻ്റെ ആർക്കിടെക്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത നോർമൽസിയിൽ വെച്ചിട്ടാണ് സൊസൈറ്റി തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നത്, ഇൻ കേസ് ഈ സിനിമ കണ്ടിട്ട് ഒരു പുതിയ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് തിങ് വാസ് ദാറ്റ് ഇവർക്ക് ഈസിലി മാനേവർ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് വരണം. ബിക്കോസ് ഓൺലി ദെൻ ഇൻക്ലൂഷൻ വിൽ ഹാപ്പൻ. അതർവൈസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലേ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവർ പിന്നിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
they had this pathway. It is happening. Yeah. It's it is not happening. So I happening. felt very happy സിനിമയിൽ ചെയ്തതുകൊണ്ടല്ല, കാരണം അവർക്കും ആക്സസ് കിട്ടിയല്ലോ ഇങ്ങനെയുള്ള അതായത് അതൊരു വ്യൂ ആണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യൂ. അപ്പൊ Right. ചിലർക്ക് അങ്ങനെ ഒരു ആക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് തിങ്. Yeah. അത് എല്ലാ ഇടത്തിലും വരണം, എല്ലാ സ്ഥലങ്ങളിലും വരണമെന്നാണ്. That's a personal this thing. We hope ഈ പടത്തിന് ശേഷം അതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ Minute ആയില്ലെങ്കിലും സാധിക്കും. thought ഉണ്ടാവും, and then maybe in 5 or 6 years it'll reflect. Exactly.